രൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സഖി എന്നാണ്. രൂത്ത് എന്ന പുസ്തകത്തിലെ നായികയായ രൂത്ത് ന്യായാധിപന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നു. എലീമേലേക്കിൻ്റെയും നവോമിയുടെയും മൂത്ത മകനായ മഹ്ളോൻ രൂത്തിനെ വിവാഹം കഴിച്ചു. എലീമേലേക്ക് ഭാര്യ നവോമിയും പുത്രന്മാരായ മഹ്ളോൻ, കില്യോൻ എന്നിവരുമായി ക്ഷാമനിമിത്തം യഹൂദയിലെ ബേത്ലഹേം വിട്ട് മോവാബിൽ പോയി പാർത്തു. അവിടെ പിതാവും ആൺമക്കളും മരിച്ചു. നവോമി സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിയപ്പോൾ മഹ്ളോന്റെ ഭാര്യയായ രൂത്ത് അവളോടുകൂടി നാട്ടിലേക്ക് വന്നു. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. മോവാബിൽ തുടർന്ന് താമസിച്ചു കൊള്ളുവാൻ നവോമി ഉപദേശിച്ചുവെങ്കിലും നവോമിയുടെ ദൈവത്തെക്കുറിച്ചും ജനത്തെക്കുറിച്ചുമുള്ള വലിയ കാഴ്ചപ്പാട് അവളെ നവോമിയോടുകൂടി പോകുവാൻ പ്രേരിപ്പിച്ചു. 1-ാം അധ്യായം 17-ാം വാക്യം. ബേത്ലഹേമിൽ വന്ന ശേഷം യവക്കൊയ്ത്തിന്റെ കാലത്ത് എലീമേലേക്കിന്റെ ബന്ധുവും ധനവാനുമായ ബോവസിന്റെ വയലിൽ കതിർ പെറുക്കുവാൻ രൂത്ത് പോയി. അവളുടെ പരിശ്രമവും സ്വഭാവഗുണവും ബോവസിനെ ആകർഷിച്ചു. നവോമിയോടുള്ള അവളുടെ കൂറ് കണ്ടിട്ട് കൊയ്ത്തുകാരോട് ഭക്ഷിക്കുവാൻ ബോവസ് രൂത്തിനെ അനുവദിച്ചു. കൊയ്ത്തിന് ശേഷം മെതി തുടങ്ങിയപ്പോൾ നവോമിയുടെ നിർദ്ദേശമനുസരിച്ച് രൂത്ത് രാത്രി മെതിക്കളത്തിൽ ചെന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടു. പ്രഭാതമായപ്പോൾ 6 ഇടങ്ങഴി യവം നൽകി അവളെ മടക്കി അയച്ചു. ദേവര വിവാഹക്രമമനുസരിച്ച് അടുത്ത ചാർച്ചക്കാരൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ താൻ വിവാഹം ചെയ്യാമെന്ന് ബോവസ് വാക്കുകൊടുത്തു. ദേവര വിവാഹക്രമമനുസരിച്ച് രൂത്തിനെ സ്വീകരിക്കേണ്ട ചാർച്ചക്കാരൻ തൻ്റെ അവകാശം ഒഴിഞ്ഞു. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം. ബോവസ് രൂത്തിനെ വിവാഹം ചെയ്തു. ആദ്യപുത്രനായ ഓബേദ് ദാവീദിന്റെ വല്യപ്പനാണ്.